ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻവീസ് മമ്മ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ നല്ല രീതിക്ക് തന്നെ മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ചുമയും പനിയൊക്കെ നല്ലപോലെ വിട്ട് മാറിയില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്റേ എടുത്തപ്പോഴത്തേനും അവന് ചെസ്റ്റിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ഡോക്ടറെ കാണാൻ പോയായിരുന്നേ. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു, തിരിച്ചു പോകുന്നൊരു 7:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളുമാണ്. ചോറ് ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഇരിപ്പുള്ളൂ. നമ്മളിന്ന് വേറെ എക്സ്ട്രാ ചോറൊന്നും വെക്കുന്നില്ല. നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വറക്കാം. ചപ്പാത്തി ഉണ്ടാക്കി അത്താഴത്തിനന്ന് അത് മതി എന്ന രീതിക്കാണ്. നമ്മൾ കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനും മസാലയും പൊടികളും കാര്യങ്ങളൊക്കെ പുരട്ടി വെച്ച് വെക്കുവാണ്. നമുക്കതിൽ പകുതി എടുത്ത് വറക്കുവാണ്. എന്നാൽ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷക്കുറവാണ് കേട്ടോ. നമ്മുടെ മനസ്സും സന്തോഷമാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യവും ഉത്സാഹത്തോടെ ചെയ്യാനൊരിതുണ്ടാവുള്ളൂ. ഇതിപ്പം അവന് സുഖമില്ലാത്തത് കൊണ്ട് എല്ലാത്തിനും എനിക്കൊരു ഒരു തളർച്ച പോലെയാണ് കേട്ടോ. കൊച്ചിൻ്റെ ഇതിപ്പോൾ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, വറുത്ത് കൊടുത്താൽ കഴിച്ചോളും. അതുകൊണ്ട് നമുക്കിതൊന്ന് വറുക്കാവേ. ഒറ്റ ട്രിപ്പ് വറുക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും വറുത്ത് വയ്ക്കുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ചൂടാക്കി കൊടുക്കണം. പല പ്രശ്നങ്ങളാണ്. ഒന്നാമത് തണുപ്പ് അവനൊത്തിരി പറ്റില്ല. തണുത്തതൊക്കെ കഴിവതും ഒഴിവാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പ് വറുത്തിട്ട് ബാക്കി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. നമുക്ക് പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യുക മതി. ചിക്കൻ നല്ലപോലെ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അന്നേരം കൊണ്ട് കുറച്ച് മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞ് വെച്ചായിരുന്നേ. ഫ്രിഡ്ജിലെ കോവയ്ക്കയാണ് കേട്ടോ. എൻ്റെ പകുതി എടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കറി വെച്ചായിരുന്നു. എൻ്റെ പകുതി നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ച് ഒന്ന് സെറ്റാക്കാവേ. എനിക്ക് മൊത്തത്തിൽ തളർച്ചയാണ് കേട്ടോ. എനിക്ക് കൊച്ചിന് കുറേ തവണയായി മരുന്ന് വാങ്ങുന്നു. 1 മാസത്തോളം അടുത്തായി മരുന്ന് തന്നെ കഴിക്കില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് കൊച്ചിന് മാത്രം കുറയുന്നില്ലാത്തതുകൊണ്ട്, മൊത്തത്തിൽ അവന് പനിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചുമ മാത്രം കുറയാത്തത് കൊണ്ട് എനിക്കൊരു ടെൻഷനും കാര്യമൊക്കെയാണ് കേട്ടോ. വിഷമമാണ്. എൻ്റെ കുഞ്ഞാണ് എനിക്കെല്ലാം. അപ്പോൾ അവനൊരു വയ്യായിക എന്ന് പറയുമ്പോഴത്തേനും എന്തോ ഒരു മനസ്സിന് സുഖമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി ഒന്ന് സെറ്റാക്കി. ഇതാണ് ബാക്കി ചിക്കന്. നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അങ്ങോട്ടൊരു ഡപ്പയ്ക്കകത്ത് ഇട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണ്. അപ്പുണ്ണിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. ഒത്തിരി ക്ലാസ് മിസ്സായി. അതുകൊണ്ട് ചുമയുണ്ടെങ്കിലും നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട് കേട്ടോ. രാവിലെ മരുന്നൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ വിടുന്നുണ്ട്. രാവിലെ പുള്ളിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ചപ്പാത്തി വാങ്ങി കേട്ടോ. ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ അവിടെ നിന്ന് ഒരുവിധം ഫ്രൈ ആയി. മെഴുക്ക് പുരട്ടി റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്താഴം റെഡിയായ നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്, ചിക്കൻ വറുത്തതും